കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണിത്. അതായത് സുന്നത്ത് കർമ്മം ചെയ്യുന്നതിൻ്റെ ഇടയിലോ മറ്റോ ഒരു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ആര് ചെയ്തു? ഏത് ക്ലിനിക്കിൽ നിന്ന് ചെയ്തു? ഏത് ഡോക്ടർ ചെയ്തു? അതേപോലെ തന്നെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണോ മരണം സംഭവിച്ചത്? അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. സുന്നത്ത് എന്നുള്ളൊരു സാധനം കണ്ട കുറച്ച് റീച്ച് കിട്ടും എന്നുള്ള രീതിയിൽ ആ വാർത്ത പ്രചരിപ്പിക്കുന്നു. വലിയൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കംസിഷൻ എന്നുള്ളതൊരു സർജിക്കൽ പ്രൊസീജിയർ എന്നറിയാത്ത പല ആൾക്കാരുമാണ് ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. സർക്കംസിഷൻ എന്നുള്ളൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അത് ഇസ്ലാമിലൊരു സുന്നത്താണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന് ഇത്ര അധികം വിമർശിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ സേഫാണ്. അവർക്ക് അത്രയും അസുഖങ്ങളിൽ നിന്നും മറ്റുമൊക്കെ സേഫാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള പ്രോട്ടോക്കോളുകളും മറ്റും ഡോക്ടേഴ്സും ക്ലിനിക്കുകാരൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. സർക്കംസിഷൻ എന്നുള്ള പ്രൊസീജിയർ ഒരാണിനെ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിമോസിസ്, പാരാഫിമോസിസ്, ബെലനൈറ്റിസ്, ബെലനോപോസ്റ്റൈറ്റിസ്, അതേപോലെ തന്നെ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, അതുപോലെ UTI പോലുള്ള ഇൻഫെക്ഷൻസ് വരാനൊക്കെയുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇത് ചെയ്ത ആളുകളിൽ. ഇതിൻ്റെ സുഖം അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ബെനിഫിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ആ തൊലിയൊന്ന് ചെത്തി കളഞ്ഞു നോക്കുക. അപ്പോൾ അറിയുന്നതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ട് 18 വയസ്സായതിനു ശേഷം ചെയ്താൽ പോരെ എന്നുള്ളതൊക്കെ. എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളോട് അവരുടെ സമ്മതം ചോദിച്ചിട്ടാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അല്ലല്ലോ. അത് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെ കുട്ടികൾക്കും വേണ്ടി ചെയ്യും.